നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി വിനീത് എന്നാണ് കുട്ടപ്പേര്. വിനീത് കെ, 31 വയസ്സ്, പൂരം നക്ഷത്രം, 5 അടി 7 ഇഞ്ച് ഹൈറ്റ്, 70 kg വെയിറ്റ്. MBA ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. ത്യാഗരാജ കോളേജ് ഓഫ് മാനേജ്മെന്റ്, അവിടെ നിന്നാണ് MBA പാസ്സായിരിക്കുന്നത്. സീനിയർ അസോസിയേറ്റ് ആയിട്ട് CRED ബാംഗ്ലൂർ, അതിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ UPI പേയ്മെന്റോ പലതൊക്കെ നടത്തുന്ന സമയത്ത് CRED കാണാൻ പറ്റുന്നുണ്ടാവും നമുക്ക്. ആ ഒരു സ്ഥാപനത്തിലാണ് സീനിയർ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ കൃഷ്ണകുമാർ, അമ്മ ഗീത. ഒരു യങ്ങർ സിസ്റ്റർ ഉണ്ട്, ആർക്കിടെക്റ്റ് ആണ്. ആ കുട്ടിയുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല. ചെന്നൈയിലാണ് ഇവര് താമസിക്കുന്നത്. അതായത് പാരൻസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്, മകൻ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഒരിക്കൽ കൂടെ കെ വിനീതിനെ കുറിച്ച് ഞാൻ പറയാം. 5'7" ഹൈറ്റ്, 70 kg വെയിറ്റ്, 31 വയസ്സ്, പൂരം നക്ഷത്രം, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MBA ആണ്. CRED ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് സീനിയർ അസോസിയേറ്റ് ആയിട്ട്. അച്ഛൻ കൃഷ്ണകുമാർ പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്ന് റിട്ടയർ ആയിട്ടിരിക്കുകയാണ്. അമ്മ ഗീത ഹൗസ് വൈഫ്. ഒരു സിസ്റ്റർ ആർക്കിടെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. യങ്ങർ സിസ്റ്ററാണ്, മാരേജ് കഴിഞ്ഞിട്ടില്ല. ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലുമായിട്ട് ബന്ധപ്പെടുക. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും കുട്ടികൾക്ക് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് പൊതുവെ ഒരു ടെൻഷനാണ്. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടാനായിട്ട്. അത് നിങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതൊന്ന് ഫോളോ ചെയ്താൽ ഒരു പരിധി വരെ ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത്, വിവാഹപ്രായം എത്തിയ കുട്ടിയുമായിട്ട് അച്ഛൻ അമ്മ സഹോദരങ്ങളൊന്ന് സംസാരിക്കുക. ഒരു ദിവസമെങ്കിലും ഇരുന്ന് വളരെ ഭംഗിയായിട്ടൊന്ന് സംസാരിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടിക്ക് പറയാനുള്ളത് എന്നുള്ളത് മുഴുവൻ കേൾക്കുക. ആ കുട്ടിക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാവും. എന്താണ് ഈ അഭിപ്രായങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇന്ന സ്ഥലത്ത് ജോലി ഉണ്ടെങ്കിൽ നന്നായി, അതായത് ലൊക്കേഷൻ, ജോഗ്രഫിക്കൽ ഏരിയ, ഹൈറ്റ്, വെയിറ്റ്, നാട്, വീട്, ഈ വക കാര്യങ്ങൾക്കൊക്കെ കുട്ടിക്ക് പറയാനുണ്ടാവും, പല അഭിപ്രായവും പറയാനുണ്ടാവും. അതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ദൈവവിശ്വാസികൾ ആണെങ്കിൽ നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ, ഇല്ലെങ്കിൽ വെളുത്തൻകാവ്, അതായത് നാഗങ്ങൾ, അല്ലെങ്കിൽ കുടുംബക്ഷേത്രം, ഇങ്ങനെയൊക്കെയുള്ള എവിടെ നിന്ന് നന്നായി പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ഒരു മംഗളകർമ്മത്തിന് ഇറങ്ങുന്ന സമയത്ത് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അടുത്തത്, നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക. എന്താണ് ഈ പ്രൊഫൈൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിയുന്നതും ജാതക വർത്തമാനങ്ങൾ കുറച്ച് എഴുതുക. ചിലർ ജ്യോതിഷ പണ്ഡിതന്മാരെക്കാട്ടിലും കൂടുതലായിട്ടുള്ള എഴുത്തുകൾ എഴുതും. 7-ൽ ചൊവ്വ, കുജദോഷം, രാഹുദോഷം, 2 ദോഷം, 2.5 ദോഷം, ഇങ്ങനെയൊക്കെ പലതും എഴുതി വരുന്ന കാണുന്നുണ്ട്. ശുദ്ധജാതകം ഇങ്ങനെയൊക്കെ എഴുതും.
കഴിയാവുന്നത്ര കുറച്ച് എഴുതുക. കാരണം വായിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അവരാകെ വറീഡായിരിക്കും. ഇപ്പോൾ 7 ചൊവ്വ എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലർ പേടിച്ചു പോവും. വായിക്കുന്നവർ, അയ്യോ 7 ചൊവ്വ, ഇനിയിപ്പോൾ അത് എന്താവോ, എന്തായാലും റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരിക്കും. അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യില്ല, നിങ്ങളെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യില്ല. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് ജാതകത്തിൻ്റെ കാര്യം കുറച്ച് എഴുതുക. രണ്ടാമത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസി കൊടുക്കുക. ഏത് കോളേജിൽ നിന്ന് പഠിച്ചാൽ ആ കോളേജിൻ്റെ പേര്, ലൊക്കേഷനൊക്കെ ഒന്ന് കൊടുക്കുക. കാരണം അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പല ആളുകളും എഴുതുന്നത് ഞാൻ കാണുന്നുണ്ട്. MTech, BTech, ചിലപ്പോൾ അവർ IIT നിന്നായിരിക്കാം, ചിലപ്പോൾ NIT നിന്നായിരിക്കാം, ചിലപ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ പാലക്കാട് ആത്തിത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായിരിക്കാം. ഈ കോളേജുകൾക്കൊക്കെ ചില വാല്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അഖിലേന്ത്യാ തലത്തിൽ തന്നെ നല്ല വാല്യൂ ഉള്ള കോളേജുകളാണ് ഈ പറഞ്ഞൊക്കെ. അപ്പോൾ അത് എഴുതാൻ ഒരിക്കലും ഒരു മടി കാണിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അതിനുശേഷം ജോലി, ഏത് കമ്പനിയിലും ആയിക്കോട്ടെ അതിനെപ്പറ്റി എഴുതുക. ജോലി ഇന്ന സ്ഥലത്താണ്, ഇന്നതാണ് ഡെസിഗ്നേഷൻ, ശമ്പളം ഇത്ര രൂപയുണ്ട്, കൃത്യമായിട്ട് തന്നെ എഴുതുക ശമ്പളം കാര്യങ്ങൾ. പലരും 50 ലക്ഷം ശമ്പളം ഉണ്ടെങ്കിൽ 30 ലക്ഷം എന്ന് പറഞ്ഞിട്ട് കാട്ടും. എന്നിട്ട് എന്നെ വിളിച്ചു പറയും അവർക്ക് യഥാർത്ഥത്തിൽ 50 ലക്ഷം ഉണ്ട് കേട്ടോ, 30 ലക്ഷം ഞാൻ കാട്ടിയിട്ടേ ഉള്ളൂ. കാര്യം ഇനി അത് കണ്ടിട്ട് ആരും വരണ്ടാച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെയോ കുറേ ഹൈഡ് ചെയ്യണം, എന്തൊക്കെയോ ആരൊക്കെയോ കുറേ ഈഗോ ആണ് ഇതൊക്കെ. നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള കുറേ ഈഗോ, നമ്മൾ എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണ് എന്നുള്ള ഒരു ഉള്ളിൽ ഇങ്ങനെ ഇത് കടന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും കാട്ടാത്തത്. ചിലർ വളരെ ട്രാൻസ്പെറൻറ്റ് വേയിൽ കാട്ടാൻ ശ്രമിക്കും. ഈ ട്രാൻസ്പെറൻ്റ് ആവണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 50 ലക്ഷം സാലറി ഉണ്ടെങ്കിൽ 30 ലക്ഷം കാട്ടി, നാളെ 35 ലക്ഷം ഉള്ള ഒരു പെൺകുട്ടി വരികയാണ്, ആൺകുട്ടിക്ക് 50 ലക്ഷം ഉണ്ട്, പക്ഷെ അവരുടെ അച്ഛനമ്മമാർ തീരുമാനിക്കുകയാണ് 30 ലക്ഷം കാട്ടിയാൽ മതി. 30 ലക്ഷം കാട്ടിക്കഴിയുമ്പോൾ നാളെ 35 ലക്ഷം വരുന്ന പെൺകുട്ടി ഇത് വായിക്കുമ്പോൾ അവൾ പറയും എനിക്ക് വേണ്ട, കാരണം ആ കുട്ടിക്ക് 30 ലക്ഷമേ ഉള്ളൂ. ചിലർ എന്നോട് പറയാറുണ്ട് ഈ സാലറിയൊക്കെ നോക്കിയിട്ടാണോ വിവാഹം ഇതാക്കുന്നതെന്നുള്ളത്. നല്ലൊരു ശതമാനം നോക്കുന്നുണ്ട്, നോക്കുക തന്നെ വേണം. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ പറയാം. അതായത് സാലറി ഇപ്പോൾ പെൺകുട്ടിക്ക് ഒരു 15 ലക്ഷം രൂപ സാലറി ഉണ്ട്, ആൺകുട്ടിക്ക് 10 ലക്ഷം രൂപ സാലറി ഉണ്ട്. മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ പറയുകയാണ്. വിവാഹം കഴിഞ്ഞു, ഈ പെൺകുട്ടി ആൺകുട്ടിയുടെ വീട്ടിൽ എന്ത് സംസാരിക്കുന്ന സമയത്തും ആ ആൺകുട്ടിയുടെ അച്ഛനമ്മമാരും ഇങ്ങനെ പറയും, അതായത് ഇവക്ക് സാലറി കൂടിയതിൻ്റെ കുഴപ്പമാണ്, സാലറി കൂടിയതിൻ്റെ കുഴപ്പമാണ്. കാരണം അവരെന്ത് പറയുമ്പോഴും അതിൽ എന്തെങ്കിലും ഒരു ഇത് കാണണം. അപ്പോൾ അത് അച്ഛനമ്മമാർ പറയുന്നൊരു വരിയാണ്, സാലറി കൂടിയതിൻ്റെ കുഴപ്പമാണ്. അവസാനം ഇതൊന്നും നോക്കാത്ത ആ ആൺകുട്ടി വരെ ചിലപ്പോൾ ഇത് ശരിയായിരിക്കുന്നു വിചാരിക്കും ഈ വർത്തമാനം. അവർ തമ്മിൽ ഈഗോ പ്രശ്നങ്ങൾ തുടങ്ങായി. ഒരു കാരണവശാലും അങ്ങനെയൊന്നും പോകരുത്. ഇപ്പോൾ 10 ലക്ഷം 15 ലക്ഷം കല്യാണം കഴിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല തന്നെയാണ്. പക്ഷേ വർത്തമാനം കാര്യങ്ങൾ നാളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാനതൊക്കെ പറയണത്. കൃത്യമായിട്ട് അങ്ങോട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. സാലറി എഴുതി, എഡ്യൂക്കേഷൻ എഴുതി, നാട് എവിടെ, ജോലിസ്ഥലം എവിടെ, ഇതൊക്കെ കൃത്യമായിട്ട് കാട്ടുക. ഈ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഇപ്പോൾ ഫോറിനിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ഫാമിലി അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇതൊന്നും അവർ കാട്ടില്ല. ഇതൊക്കെ സാലറിയുടെ പാർട്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. വായിക്കുന്ന പെൺകുട്ടികളുടെ അച്ഛനായാലും ആൺകുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഇത് കുറച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അതുപോലെ ആയിരിക്കണം നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് പോവുക, ഇതൊന്ന് ടൈപ്പ് ചെയ്ത് തന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ജോലി സ്ഥലം മാറും, ക്വാളിഫിക്കേഷൻ മാറും, പേര് മാറും, ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ. അങ്ങനെയൊന്നും ചെയ്യരുത്. കുറച്ച് 2 ദിവസം എടുത്ത് വൃത്തിയായിട്ട് ഉണ്ടാക്കുക. പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നല്ല ഒരു
മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഈ നല്ലൊരു മാട്രിമോണി സൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതൊരു വിഷയമാണ്. അത് കണ്ടുപിടിക്കേണ്ടത് ഏതെങ്കിലും 1-2 പേരെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയുന്ന സ്ഥാപനം ഉണ്ടോ എന്നൊന്ന് നോക്കുക. നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ അതിന് പോയിട്ട് ജോയിൻ ചെയ്യുക. വേറൊന്നും ആലോചിക്കാനൊന്നുമില്ല. അതിൽ 99% മാട്രിമോണി സൈറ്റുകൾ നല്ല ആളുകളാണ്. ചില കള്ളനാണയങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല, അത് പോട്ടെ. പക്ഷേ ഈ 99% നല്ല മാട്രിമോണി സൈറ്റുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ അവരുടെ കയ്യിലുണ്ടായി എന്ന് വരില്ല. ആര് പോയാലും അവർ രജിസ്റ്റർ ചെയ്യും, പൈസ വാങ്ങിക്കും, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അവർ മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കേസുകൾ അവരുടെ കയ്യിലുണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് പ്രൊഫൈൽ തരിക? അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി എത്ര രൂപയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ്, കല്യാണം ശരിയായി കഴിഞ്ഞാൽ വല്ല എമൗണ്ടുകളും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അതിനുശേഷം അവർ പ്രൊഫൈലുകൾ തരും. ഏതെങ്കിലും പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വീട്ടുകാർക്ക് 2 വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു, ഫോട്ടോ കണ്ടു, ജ്യോതിഷനെ കണ്ടു, മാച്ചിങ് ആണ്, എവറിത്തിങ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നതാണ് പെണ്ണ് കാണൽ ചടങ്ങ്. ഒരു കാരണവശാലും ചാടിക്കേറി പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് പോകരുത്. കുട്ടികൾ തമ്മിൽ ഒരു 10-15 ദിവസമെങ്കിലും മിനിമം വാട്സാപ്പ് ചാറ്റിൽ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അവരൊരു കംഫർട്ട് സോണിൽ എത്തുന്നുണ്ടോ നോക്കണം. നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. 5-6 കാര്യം അടിസ്ഥാനപരമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് കുട്ടികൾ തമ്മിൽ വാട്സാപ്പ് ചാറ്റിൽ കൂടെ. ഒന്ന്, ആസ് ഓഫ് നൗ ഏതെങ്കിലും തരത്തിൽ ലവ് അഫെയർ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ലവ് അഫെയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യണം, പിന്നെ ഫർദർ ഡിസ്കഷനിലേക്ക് പോകരുത്. 2, കുടുംബ കാര്യങ്ങൾ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അച്ഛൻ്റെ പഠിപ്പെന്താ, അമ്മയുടെ പഠിപ്പെന്താ, ഈ വക കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്തത് എഡ്യൂക്കേഷൻ. എന്താണ് പഠിച്ചിരിക്കുന്നത്, 2 പേരുടെയും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നല്ല രീതിയിൽ തന്നെ അവരുടെ വെബ്സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം ഭംഗിയാക്കി പഠിച്ച് നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. കള്ളത്തരങ്ങൾ കാട്ടരുത്, കള്ളത്തരങ്ങൾ പറയരുത്, ഈ കാര്യങ്ങളിലൊന്നും. അടുത്തത്, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മെഡിസിൻ ചോദിക്കണം, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ടാണ് ചോദിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് എന്ത് അസുഖം വന്നാലും മെഡിസിൻ വാങ്ങിച്ച് കഴിക്കും. അതിനൊന്നും ഒരു തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല. ചിലപ്പോൾ അത് ലോങ് ടൈം ആയിരിക്കാം, ചിലപ്പോൾ ഷോർട്ട് ടൈം ആയിരിക്കാം, എന്തോ ആവട്ടെ, അത് മനസ്സിലാക്കി വെക്കുക. അടുത്തത്, അമിതമായ ബാങ്കിങ് ലോൺ. ഏതൊക്കെ ബാങ്കുകളിലെ ലോണുകളുണ്ട്, ഒരു പരിധി വിട്ടിട്ടുള്ള ലോണാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പരിധി വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇപ്പോൾ 1 കോടി എടുത്തു കഴിഞ്ഞാലും ചില വീട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം അവർക്ക് അത് തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകാം. ചിലർക്ക് 10 ലക്ഷം എടുത്താൽ പോലും തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ സ്വീകാര്യമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് ചെയ്യേണ്ടത്. മനസ്സിലാക്കി വെക്കുക ഈ കാര്യങ്ങൾ. ഇതിലൊന്നും ഒരു തെറ്റ് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടല്ലോ, അതൊന്നും ഒരു തെറ്റല്ല, നല്ല കാര്യങ്ങൾ തന്നെയാണ്. പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനെയൊന്നും ഒരു തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല, മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കുട്ടികളൊക്കെ നന്നായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് എത്തി, അതായത് ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം, വീട്ടിൽ വെച്ചല്ല. പുറത്ത് വെച്ച് മസ്റ്റായിട്ട് കാണണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇവിടെ വരുന്ന ഡിവോഴ്സ് കേസുകളിൽ നല്ലൊരു ശതമാനവും പ്രോപ്പറായിട്ട് സംസാരിക്കാത്തതിൻ്റെ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ അഭാവത്തിലാണ് കൂടുതലും നടക്കുന്നത് ഡിവോഴ്സ് കേസുകൾ. നിസാര കാര്യങ്ങൾക്കാണ് ഡിവോഴ്സ് നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച, 10 ദിവസം, 15 ദിവസം, 1 മാസം,
അപ്പോൾ ഇതൊന്നും സംഭവിക്കാൻ പാടില്ല. കഴിയാവുന്നത്ര നമ്മൾ പ്രിക്കോഷൻ എടുക്കണം. അപ്പോൾ കുട്ടികൾ പുറത്ത് വെച്ച് കാണണം. പുറത്ത് വെച്ച് കാണുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. വീട്ടിലാവുമ്പോൾ എനിക്ക് അച്ഛനും അമ്മയും അവിടെ നോക്കിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ആവുന്നതുകൊണ്ട് പറയുകയാണ്, എനിക്ക് വേറെ ബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ഒഴിവാക്കിക്കോളൂ, എന്നെ ഒഴിവാക്കൂ എന്ന് കൃത്യമായിട്ട് പറയുന്ന ധാരാളം കുട്ടികളെ എനിക്കറിയാം. കുട്ടികൾ എപ്പോഴും പറയുക എനിക്കിഷ്ടായില്ല പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇഷ്ടാവായല്ല, അവർക്ക് വേറെ ബന്ധങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അത് അച്ഛനമ്മമാർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കി വരുത്തിയതിന് ശേഷം മാത്രമേ പെണ്ണ് കാണാൻ ചടങ്ങിന് പോകാവൂ. വെറുതെ ചായയും കാപ്പിയും കുടിക്കുക, ലഡു കഴിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് നോ എന്ന് പറയുക, ഈ വക പഴയകാല ചണ്ടിത്തര പരിപാടികൾക്ക് പോകരുത്. അതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു സുഖമുള്ള പരിപാടികളല്ല. അപ്പോൾ അച്ഛനമ്മമാർ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് സംസാരിക്കുക. എല്ലാവരും നന്നായിട്ട്, ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് വേറൊന്ന് പുറത്തേക്ക് പറയരുത്. നന്നായിട്ട് സംസാരിക്കൂ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വല്ലവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.